താങ്ക് യുടാ, നീയായിരുന്നു എനിക്കൊരു സമാധാനം. ഡോണ്ട് സില്ലി, ഇറ്റ്സ് ഓക്കെ. അല്ലടാ, ദേവികയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? ഇല്ലടാ, അവളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഞാനായിട്ട് വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഹരീഷ്, ഹേയ്, ചെക്ക് ഇൻ കൗണ്ടറിൽ ഭയങ്കര ക്യൂവാ. കണ്ടോടാ, അവളുടെ ഒരു സന്തോഷം കണ്ടോ? ഇനി ആദ്യത്തെ ജോലി അവളുടെ ഫാമിലിയെ മീറ്റ് ചെയ്യുന്നത്. എന്റെ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട്. ഓക്കെ, സമയമായി, നമുക്ക് പോകണ്ടേ? ആ ഓക്കെ, ഓക്കേടാ. റൈറ്റ്, യു ടേക്ക് കെയർ. ധൈര്യമായിട്ട് പോയിട്ട് വേടാ. പോവാം. യാ, ബൈ. ബൈ, സീ യു, ടേക്ക് കെയർ. Come. യാ. എന്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ടല്ലോ. ഇത് നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, മുത്തശ്ശൻ, ഗൗരി, ചെല്ലപ്പേട്ടൻ, ആയ. ഇത് നീ. നീ വേണമെങ്കിൽ കണ്ടോ, ഇവർക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമായിരിക്കും. ഓഫ് കോഴ്സ്, എന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? എല്ലാവരുടെയും മുഖത്തെ ആ പുഞ്ചിരി കണ്ടില്ലേ? നിന്റെ അച്ഛൻ മാത്രം ലേശം ഗൗരവത്തിലായിരിക്കുന്നത്. എന്റെ അച്ഛൻ എനിക്ക് ഡാർലിങ്ങാ. നീ വേണമെങ്കിൽ കണ്ടോ, നിങ്ങൾ രണ്ടുപേരും തോളി കൈയിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ നടക്കും. യു തിങ്ക് സോ? ഐ നോ സോ. നിന്നെ മാലയിട്ട് സ്വീകരിച്ച് ഒരു രാജാവിനെ പോലെ സംരക്ഷിക്കും. എനിക്ക് നിന്നോട് അസൂയ തോന്നുക. ഹരീഷ്, ഏയ് ഒന്നുമില്ല, ഒരു ദുസ്വപ്നം കണ്ടതാ. ഏതോ ഒരുത്തൻ എന്നെ. നമുക്ക് പോവാം, ഫ്ലൈറ്റ് പുറപ്പെടാൻ സമയമായി. ഓ യാ. അയ്യോ, നല്ലതുപോലെ കളർ വെച്ചു. കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ നിനക്ക്? എന്റെ കളർ വെച്ചു എന്നല്ലേ പറഞ്ഞേ? ഹായ് ദേവു. അമ്മേ. ഹലോ സർ. ഏയ്. ദേവു, എന്നെ പരിചയപ്പെടുത്തില്ലല്ലോ. സോറി, മറന്നുപോയി. അത് നന്നായി. ഞാൻ പറഞ്ഞില്ലേ മേ, ഇതാ ഹരീഷ്. ഹായ്. അച്ഛാ, ഇത് ഹരീഷ്. ഹലോ സർ. എന്റെ ഫോൺ എവിടെ പോയി? ദേ, ഫോൺ എന്നെ അനുഗ്രഹിക്കണം സർ. നന്നായി വരും, നന്നായി വരും. എല്ലാരും വരൂ, ഊണ് റെഡിയായി. താങ്ക് ഗോഡ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ വാ. സാധാരണ കുളിച്ചിട്ടല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്? ഹേയ്, എനിക്കങ്ങനെ ജാടയൊന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് എനിത്തിങ്. ഞങ്ങളൊക്കെ കുളിച്ചിട്ടേ കഴിക്കൂ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അടുത്തൊരു ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട്. ഒരുപാട് ഹോട്ടലുണ്ട് ഇവിടെ, പുതിയ ഹോട്ടലെല്ലാം. ഓ, എന്താ നീ കളിക്കുവാണോ? ഞാൻ ഇൻസുലിൻ കുത്തിയിട്ടിരിക്കുക. ഇവൻ കുളിക്കേണ്ടി വരുമ്പോഴേക്കും എന്നെ കുഴിയിലേക്ക് എടുക്കേണ്ടി വരും. ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ, ടെറസിലെ ബാത്റൂമിൽ ഇവ കുളിക്കട്ടെ. അതെന്റെ റൂമല്ലേ? മോൻ അവിടെ താമസിച്ചോ? അത് കാലിയായിട്ട് കിടക്കുക. എന്തിനാ ഹോട്ടലിൽ പോയി വെറുതെ കാശ് ചെലവാക്കുന്നത്? അല്ല, അത് ഞാൻ പറയുന്നത് കേക്ക് മോനെ. സാരമില്ല, ഞാൻ ഹോട്ടലിൽ പോയി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദേവികെ, ഇവനെ മുകളിലേക്ക് കൊണ്ടുപോ. കമോൺ ഹരീഷ്. രണ്ടുപേരും വേഗം വരണം. വേണ്ടായിരുന്നു. എന്താ മോളെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് മവ. നിന്റെ അച്ഛൻ എന്നെ തീരെ ഇഷ്ടമല്ല. ഇനി അങ്ങേരുടെ മുമ്പ് വെച്ച് എന്നെ തൊട്ടു പോരുത്. നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഒന്ന് ചുമ്മാ ഇരിക്കും ഹരീഷ്. അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിച്ച എല്ലാം എങ്ങനെ ശരിയാവും. മുഖത്ത് നോക്കി സംസാരിക്കും? മനുഷ്യനെ ഒരുക്കുന്ന നോട്ടം. പക്ഷെ നീ എന്റെ അച്ഛൻ്റെ അടുത്ത് കള്ളത്തിന് മാത്രം പറയരുത്. ഞാൻ ആരോടാ കള്ളം പറഞ്ഞു? വെറുതെ നീ കള്ളം പറയണ്ട. ഡു നോട്ട് അക്യൂസ് മീ ഓഫ് ലൈയിങ് ബിക്കോസ് ഐ. എന്റെ അച്ഛന് പി ടി ഉഷനെ അറിയാം, വിശ്വനാഥൻ ആനന്ദിനെ അറിയാം. എവിടെയുള്ള ഒരുത്തന്നെ വീട്ടിൽ കയറ്റി കിടത്തിയ നാട്ടുകാർ എന്നെ പറ്റി എന്ത് കരുത്? അതോർത്ത് എനിക്ക് വിഷമമില്ല. ആരോട് ചോദിച്ചിട്ട് ഈ തീരുമാനം എടുത്ത്? ആരോട് ചോദിക്കണം? ഇത് എന്റെ വീടാ, എന്നോട് ചോദിക്കണ്ടേ? ഈ വീടോ? ഈ വീട് പണിയാൻ 50 ലക്ഷം രൂപ മുടക്കിയത് ഞാനാ. അപ്പൊ ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ലേ? എനിക്കും വിലയില്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? കൂടിപ്പോയാൽ ഒരാഴ്ച താമസിക്കും. അതങ്ങ് സമ്മതിച്ചാൽ എന്താ? ഒരാഴ്ചയോ? അപ്പൊ ദേവുവിന്റെ കല്യാണോ? അവളുടെ തീരുമാനത്തിന് ഒരു പ്രസക്തിയില്ല ഇവിടെ. ഞാൻ എടുക്കുന്ന തീരുമാനം വലുത്. അവൻ ആരാണ്, എവിടുന്ന് വന്നു എന്നൊക്കെ ഞാൻ അന്വേഷിച്ചറിയുന്നവരെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും അവനെടുത്ത് മടി കയറ്റി വെച്ച് കൊഞ്ചിക്കരുത്. ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായ ആരെങ്കിലും അവനോട് പെരുമാറിയാ നടക്കാൻ പോണത് വേറെ. നിന്റെ പോലീസ് ബുദ്ധി നിന്നെ വിട്ട് പോവില്ല അച്ഛാ. പോലീസിന്റെ ബുദ്ധി അകത്തിരുന്നാലും പുറത്തിരുന്നാലും ഒരുപോലെ എനിക്ക് എനിക്ക് ആ ചെറുക്കനെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ അല്ലല്ലോ കല്യാണം കഴിക്കാൻ പോണേ. സാർ, ഞാൻ കുളിച്ചു കഴിഞ്ഞു സാർ. നല്ല വിശപ്പ്. എന്നാ വാ. വരൂ, വാ, കം ഹരീഷ്. വരൂ. അതെ, നിങ്ങളൊന്ന് ഇരിക്കാൻ പറ. എന്നെ തറയിലിരുത്തുന്ന എനിക്ക് ഇഷ്ടം. അവന്റെ ആന ചെവി കണ്ടില്ലേ? വെച്ചിട്ടുണ്ടോ നിനക്ക്? ഇരിക്കുമോനെ. തമ്മി തല്ലാണ്ട് തിന്നാ മതി. ഇരിക്കുമോളെ. ഹരീഷിന് വേണ്ടി പ്രത്യേകം ഞാൻ വെജിറ്റേറിയൻ ഒരുക്കിയിട്ടുണ്ട്. അയ്യോ, ചെമ്മീൻ കറി ഉണ്ടാക്കിയില്ലേ?
അത് ആന്റിയുടെ സ്പെഷ്യൽ എന്ന് എപ്പോഴും ദേവ് പറയുമായിരുന്നു. ഓ, അത് തീർച്ചയായും ഞാൻ നാളെ ഉണ്ടാക്കി തരാം. ഒരു ചെമ്മീൻ കറി. എരിശ്ശേരി ഇഞ്ചിക്കറിയൊക്കെ ഉണ്ട്. വൗ. അപ്പൊ നോൺ വെജ് ഒക്കെ കഴിക്കുമല്ലേ? ഓ, തിരിച്ചു കടിക്കാത്ത എന്തും ഞാൻ കഴിക്കും. ഇവിടെ കുളത്തിലൊരു പാമ്പുണ്ട്, പിടിച്ചോണ്ട് വന്ന തിന്നോ മോനെ? ഓ ഷുവർ, പക്ഷെ എനിക്ക് ഫിനിഷിംഗ് വെജിറ്റേറിയനാ. ശരി.